വിച്ചുവിൻ്റെ കേസിൽ എനിക്ക് തോന്നും ജോലി കിട്ടി, പഠിച്ചു, ജോലി കിട്ടി, ഒരു ഇൻ 2 months ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. വിച്ചുവിന് ആക്ച്വലി ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഫാമിലി എന്നുള്ളൊരു പ്രഷറായിരുന്നു. കാരണം ഞാനും ഏജ് ആവുമല്ലേ. അപ്പോൾ നമ്മളുടെ ആ സമയത്തൊക്കെ 26 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യേ ആ ഇതാ. ഇപ്പോഴാണ് പിന്നെയും ഒരു 29, 30 എല്ലാവരും പോകുന്നത്. അന്ന് 22, 23 എല്ലാവരും. അപ്പൊ ഞാനിങ്ങനെ 26 ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഭയങ്കര പാവം ആ ഒരു പ്രഷർ കൊണ്ട് കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ ഇവര് 3 പേര്, ഇവൻ എൻ്റെ അച്ഛനായിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞ ആണുങ്ങൾ പൊതുവെ പാവങ്ങളാ. അവരിങ്ങനെ എപ്പോഴും, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം, നമ്മളെപ്പോഴും സ്ത്രീധനത്തിന് എതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഈ സ്ത്രീധനത്തിന്റെ ടോക്ക് എപ്പോഴാണ് വരുന്നത്, അതിന് മുമ്പ് ഒരു ഫിൽട്രേഷൻ കഴിയും. ഈ ചെക്കന്മാരുടെ സാലറി എത്രയാ, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവരെ വീട്ടിൽ നിന്ന് കഴിയുന്നില്ലേ. ലൈക്ക് നമ്മളുടെ മക്കളെ, നമ്മളുടെ പെൺകുട്ടി പോകുന്ന സ്ഥലത്ത് ചെക്കന് ഇത്രയും സാലറി വേണം, സാലറി അത്ര ഇല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയിൽ നിന്ന് കിട്ടത്തില്ല. അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഞാൻ അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാ. അപ്പൊ അവർക്കും ഈ പറഞ്ഞ മാതിരി കുറെ ആഗ്രഹങ്ങളുണ്ട്. അതെനിക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ വളർന്നിട്ടുള്ളത് ഒരു ബഞ്ച് ഓഫ് ആണുങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്.